ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ബീഫ് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോമ്പ് കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിലാകുമ്പോൾ നമുക്ക് ബീഫൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഇനി ആ കുക്കറിലേക്ക് ഒരു 10-15ഓളം ചെറിയുള്ളി ചെറിയതാക്കി കട്ടാക്കിയതും ഒരു വലിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി കയ്യിലില്ലെങ്കിൽ 2 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 വലിയ സൈസിലുള്ള തക്കാളി, 2 പച്ചമുളക് നടുവെ കീറിയത് ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്ത ബീഫ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ബീഫ് മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുക്കണം കേട്ടോ. ബീഫായതുകൊണ്ട് അത്യാവശ്യം മസാല ഉണ്ടാവണം. പിന്നെ നമ്മൾ തേങ്ങ അരക്കാനുള്ളത് കൊണ്ട് എന്നാൽ ഓവർ മസാലയുടെ ആവശ്യമില്ല. എന്നാലും 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ തന്നെ മുളക് പൊടി, ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. ഇനി ഇത് എല്ലാതും കൂടെ മൊത്തമായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നിരടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഉള്ളിയോ തക്കാളിയോ ഒന്നും സെപ്പറേറ്റ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ റെഡിയാക്കി എടുക്കാനാണ് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് കറി റെഡിയായി കിട്ടുകയും ചെയ്യും. ജസ്റ്റ് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെച്ച് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ തേങ്ങ അരക്കാനുള്ളത് കൊണ്ട് ഓവർ മസാലയൊന്നും ഇട്ടെടുക്കണ്ട. ഈ ഒരു അളവിൽ ഇട്ടെടുത്താൽ മതി. ഇനി ഇത് വേവിക്കാൻ വെക്കാം. ഇനി അത് വേവുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ പകുതി ഭാഗം അത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പകുതി ഭാഗം എടുത്തിട്ടാണ് കേട്ടോ വറുക്കുന്നത്. പകുതി തേങ്ങ പച്ചയിൽ തന്നെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങയിൽ നിന്നും പകുതി പോർഷന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ പകുതി പച്ചയിലും പകുതി വറുത്തിട്ടും അരച്ചെടുക്കുകയാണെങ്കിൽ കറി നല്ല തിക്കായിട്ടുണ്ടാവും. നല്ല ഒരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ പകുതി ഭാഗം ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി പകുതിയോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലേക്ക് തേങ്ങയുടെ കൂടെ തന്നെ 4-5 ചെറിയുള്ളി കട്ടാക്കിയത്, കുറച്ച് കറിവേപ്പില കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തപ്പോൾ ഒരു പീസ് മല്ലിയില പെട്ടിട്ടുണ്ട്. അതൊന്ന് എടുത്ത് മാറ്റാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ 2 പീസ് പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം കുരുമുളകാണ് കേട്ടോ. മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. അപ്പം കുരുമുളകിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബീഫ് വെച്ചില്ല അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മുഴുവൻ കുരുമുളകായതുകൊണ്ടാണ് ഈ മസാലയിലിട്ടിട്ട് വറുത്തെടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷമാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് തന്നെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചയായിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. രണ്ടും കൂടെ ഒരുമിച്ച് അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ എത്ര ഉണ്ടോ അതിന് ആ ഒരു അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക.
ഇനി അപ്പോഴേക്കും നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 7-8 വിസിലടിച്ചപ്പോഴേക്കും ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായി കട്ടാക്കിയതാണ്. ഇനി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് 2 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലും കൂടെ അടുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ബീഫിൻ്റെ കൂടെ കിടന്നിട്ട് ഓവർ വെന്തിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ അതുപോലെ തന്നെ കയ്യിലില്ല ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടൈമിൽ തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ലൂസാക്കി എടുക്കുകയാണ്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഓവർ തിളപ്പിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് തിളക്കാനായിട്ട് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ താളിച്ചൊഴിച്ച് കൊടുത്തില്ലെങ്കിലും കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവാൻ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തെടുക്കാമെന്ന് മാത്രം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉലുവ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അത്യാവശ്യം ഒന്ന് പൊട്ടി വന്നോട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ചെറിയ ഉള്ളി കട്ടാക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ കൂടെ തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കറിയുടെ കോമ്പിനേഷനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നോമ്പ് തുറക്കുന്ന സമയത്തായാലും ചോറിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് മാറ്റി വെക്കട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.